സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം A. രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KSSPU जिंदाबाद। KSSPU जिंदाबाद। KSSPU जिंदाबाद। KSSPU जिंदाबाद। KSSPU जिंदाबाद। ജൂലൈ 1 പ്രാബല്യത്തിൽ വന്ന ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്താനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും സമാശ്വാസ ഉത്തരവിൽ പെൻഷൻകാർക്ക് ജീവനക്കാർക്കൊപ്പമുള്ള തുല്യ പരിഗണന എന്ന ആനുകൂല്യം നിഷേധിച്ചിരിക്കുന്നുവെന്നും ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ജീവൽ മരണ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലങ്ങളായിട്ട് ഇതൊരു ധർമ്മസമരമാണ്. ഇത് നടത്തുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അതീതമായി, മതത്തിനും ജാതിക്കും അതീതമായി, സ്ഥാനമാനങ്ങൾക്ക് അതീതമായി ഏത് സ്ഥാനത്ത് നിന്ന് വിരമിച്ചാലും തുല്യ പദവി ലഭിക്കുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആണ് ഈ സമരം നടത്തുന്നത്. ഇത് പറയുമ്പോൾ കേരളത്തിലെ ആകെ ഉള്ള ഒരേ ഒരു പെൻഷൻ സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർക്കാർ അനുവദിച്ചുള്ള അംഗീകരിച്ചിട്ടുള്ള പെൻഷൻ സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കടലാസുകളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ വേറെ ചില സംഘടനകളുടെ പേരുകളൊക്കെ കാണാം, 40ാമത്തെ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും സർക്കാർ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള സംഘടനകളല്ല. സർക്കാർ അംഗീകാരം ലഭിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് തീരുമാനം പെൻഷൻകാരെ സംബന്ധിച്ചെടുക്കുമ്പോൾ നമ്മുടെ പ്രതിനിധികളുമായി, ഈ സംഘടനയുടെ പ്രതിനിധികളുമായി ആലോചിച്ച് ചർച്ച ചെയ്തതിന് ശേഷമാണ് സാധാരണഗതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് സമൂഹത്തിൽ, നമ്മുടെ നാട്ടുകാർക്കിടയിൽ, നമ്മുടെ അയൽക്കാർക്കിടയിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുട്ടികൾക്ക് വരെ നിങ്ങൾക്ക് ധാരാളം പൈസ കിട്ടുന്നുണ്ടല്ലോ, വെറുതെ ഇരുന്ന് പൈസ വാങ്ങിക്കുന്നു, ഇനിയും നിങ്ങൾ എന്തിനാണ് സമരത്തിന് പോകുന്നത് എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ തെളിയിച്ചുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. നമ്മുടെ കാര്യം നമ്മൾ നോക്കുന്നു എന്നുള്ളത് ശരിയാണ്.
അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൻ്റെ, നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ജനങ്ങളുടെ, നമ്മുടെ അയൽക്കാരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. 2014 2006 14ാം സംസ്ഥാന സമ്മേളനം എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തി സാമൂഹ്യ കടമ നിർവഹിക്കണമെന്നുള്ളൊരു തീരുമാനമെടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കിയപ്പോൾ ദുർബല ജനവിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാനായിട്ട് അവർക്ക് ആവശ്യമായ കടലാസ് സംബന്ധമായ പ്രവൃത്തികളും മറ്റ് ഉപദേശങ്ങളും നമ്മൾ കൊടുക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് നമ്മൾ നേത്രദാനം നടത്തി. എത്രയോ നമ്മുടെ പെൻഷൻ സുഹൃത്തുക്കൾ മരണശേഷം നേത്രദാനം ചെയ്തിട്ടുണ്ട്. അതിനുള്ള സമ്മതപത്രം കൊടുത്തു. അതിനുശേഷം അവയവദാനം നടത്തി. സർക്കാരിൻ്റെ ഏറ്റവും ബൃഹത്തായ വനവൽക്കരണ എന്ന നയം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും പരിപൂർണമായി സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ച് വിജയകരമാക്കി തീർത്തിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപിനാഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. 32ാം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച വിവിധ ആവശ്യങ്ങൾ സർക്കാർ നൽകിയെങ്കിലും സർക്കാർ അതിലൊന്നും യാതൊരു അനുകൂല നടപടികളും സ്വീകരിച്ചിട്ടില്ല. അത് പെൻഷൻകാരോടുള്ള ഗണനയും പെൻഷൻകാർക്ക് അതിലെ അധികമായ ഉത്കണ്ഠയും പ്രതിഷേധവും അറിയിക്കുകയാണ്. പെൻഷൻ പരിഷ്കരണം 1/7/2024 നടപ്പാക്കേണ്ടതാണ്. കീഴ്വഴക്കമനുസരിച്ച് 1/7/19 അനുവദിച്ച പെൻഷൻ പരിഷ്കരണം 1/7/2024 നടപ്പാക്കേണ്ടതാണ്. അതിന് 31ാം സംസ്ഥാന സമ്മേളനം തന്നെ ആദ്യമായിട്ട് ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തണമെന്നുള്ള പ്രമേയം പാസാക്കി സർക്കാരിന് നിവേദനം കൊടുത്തു. എങ്കിലും ഇന്നത്തെ ഇതിൽ ഒരു അനുകൂല പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ്. ബ്ലോക്ക് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി, ട്രഷറർ പി പരമേശ്വരൻ, വൈസ് പ്രസിഡന്റുമാരായ പി കെ ഗോവിന്ദൻ, കെ സി ഉണ്ണി, എൻ കല്യാണിക്കുട്ടി, പി കെ വേണുഗോപാൽ, വനിതാവേദി കൺവീനർ ടി യു പ്രസന്ന, സാംസ്കാരിക വേദി കൺവീനർ എ ടി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.